കാലത്ത് തന്നെ ഒരു കോഫി 2 ബ്രെഡൊക്കെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഹായ് ഗയ്സ്, അപ്പോൾ ഞാൻ ഇന്ന് ഈറ്റിനിടെയാണ് ചെയ്യുന്നത്. കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാൻ. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്, ഓണമൊക്കെയല്ലേ വരണേ. അപ്പോൾ അതിനൊന്ന് ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് കേട്ടോ പോണത്. അവൾക്കും കൂടി ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അങ്കമാലിക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ചങ്ങോട്ട് പോന്നു. അവൾക്ക് ഡ്രസ്സൊക്കെ എടുത്തു, എനിക്കൊന്നും ഇഷ്ടമായൊന്നുമില്ല. അവളെടുത്ത മെറ്റീരിയൽ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇതിലൊരു റെഡായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അൽഫാം കഴിക്കാമെന്ന് വിചാരിച്ചു. അൽഫാം കഴിക്കാനല്ല പോയത്, ഷവർമ കഴിക്കാനാണ് പോയത്. പിന്നെ ചെന്ന് പെട്ടത് അൽഫാമിലാണ്. അടിപൊളി അൽഫാമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ചൂടും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലപോലെ ഇഷ്ടമായി. പിന്നെ വീടെത്താറായപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങി. ഐസ്ക്രീമും സിപ്പപ്പും പിന്നെ അല്ലറ ചില്ലറ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാനത് അവിടെ നിന്ന് തന്നെ എടുത്തതാണ് കേട്ടോ. ഇത് ഡവിൻ്റെ ഒരു ചെറിയ സോപ്പാട്ടോ. ഞാൻ ഇത്രയും ചെറിയ ഡവിൻ്റെ സോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല ക്യൂട്ടായിരുന്നു കാണാൻ. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പേരിൽ എടുത്തതാണ്, അല്ലാണ്ട് എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല. ഇത്രയും ചെറിയ സോപ്പ് നമുക്ക് എനിക്ക് തോന്നുന്നു നഷ്ടമാണോ എന്നറിയില്ല. ഞാൻ വെറുതെ വാങ്ങി നോക്കി, അത്രയും. പിന്നെ വീട്ടിൽ വന്നപ്പോൾ അമ്മ നല്ല പുട്ടും ബീഫൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി വേറെ ഫുഡൊന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇതാണ് നല്ലപോലെ കഴിച്ചിരുന്നു. ഇതാണ് കഴിച്ചത്, വേറെ ഒന്നും കഴിച്ചൊന്നുമില്ല. പുട്ടും ബീഫും വയ്ക്കുമ്പോൾ വീട്ടിൽ പുട്ടിന് ഭയങ്കര ഡിമാൻഡാട്ടോ. അല്ലാത്തപ്പോൾ പുട്ട് ആർക്കും വേണ്ട. പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു നട്ട്സിൻ്റെ ബോൾ കഴിച്ചു. പിന്നെ അപ്പച്ചൻ വന്നപ്പോൾ മിക്സർ മിഠായും ഈ സംഭവം കൊണ്ടുവന്നു. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ.